അടിമാലിയിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് വലിയ വിള്ളൽ രൂപപ്പെട്ടു. വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് ദേവികുളം തഹസിൽദാർ ജയൻ KM അറിയിച്ചു. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. ഇടുക്കി കളക്ടർക്കാണ് റിപ്പോർട്ട് നൽകുക. സംയുക്ത സംഘം പരിശോധന തുടരുമെന്നും ദേവികുളം തഹസിൽദാർ. മുകളിൽ ഒരു വിള്ളലുണ്ടെന്നാണ് ഇവിടുത്തെ തദ്ദേശവാസികളും നമ്മുടെ മെമ്പറും ഒക്കെ പറയുന്നത്. നമ്മുടെ കാഴ്ചയിൽ പലയിടത്തുമൊക്കെ പിന്നെ ഒന്തി തള്ളിയൊക്കെ നിൽപ്പുണ്ട്. ഇല്ല, നമ്മുടെ ഒരു സാധാരണ രീതിയിൽ നമുക്ക് ഇടിയാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയാം. ഈ പരിശോധനയിൽ നടത്തി കഴിഞ്ഞ ശേഷം 2 ദിവസത്തിനകം ഇതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുക്കാൻ നിർദ്ദേശമുണ്ട്. വിശദമായ റിപ്പോർട്ട് 4 ദിവസം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൽവിൻ തോമസ് വിവരങ്ങളുമായി അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ആൽവിൻ, അപകടകരമായ രീതിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണോ ഉള്ളത്? വലിയ വിള്ളലാണോ അത് ആൽവിനെ? പിന്നിലെ നമുക്ക് ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും. വലിയ വിള്ളൽ ഇതിന് മുകളിലായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ സംയുക്ത സംഘം വന്ന് വിദഗ്ധ സംഘം വന്ന് പരിശോധന നടത്തുകയാണ്. ഇവിടെ റവന്യൂ സംഘമുണ്ട്, മൈനിങ് ആൻഡ് ജിയോളജി ഉണ്ട്, അതോടൊപ്പം തന്നെ സോയിൽ കൺസർവേഷൻ ഉണ്ട്. ഈ 3 വിഭാഗങ്ങൾ ഒരുമിച്ചാണ് ഇത്തരത്തിലുള്ള വിദഗ്ധമായ ഒരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഈ അടിമാലിയിലെ ഉണ്ടായ വലിയ മണ്ണിടിച്ചിലിൻ്റെ ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്തിന് മുകളിലായി വലിയൊരു വിള്ളൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ ഈ വലിയ തോതിൽ ഇത്തരം തന്നെ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളോടെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 8ഓളം വീടുകൾക്ക് മുകളിലേക്കാണ് പൂർണ്ണമായും മണ്ണിടിഞ്ഞ് വീടുകൾ നശിച്ച ഒരു അവസ്ഥയുണ്ട്. അവരെയും 8 കുടുംബങ്ങളെയും ഇപ്പോൾ KSEBയുടെ കല്ലാർകുട്ടിയിലുള്ള ക്വാർട്ടേഴ്സിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് 32 കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിൽ തുടരുകയാണ്. അടിമാലി സർക്കാർ സ്കൂളിലെ ക്യാമ്പിലാണ് അവർ തുടരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധമായ റിപ്പോർട്ട് അല്ലെങ്കിൽ വിശദമായ ഈ പഠന റിപ്പോർട്ട് 2 ദിവസത്തിനകം തന്നെ ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന തരത്തിൽ അവർ ഇത് ഇപ്പോൾ ജില്ലാ കളക്ടറിനെ സമർപ്പിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ദേവികുളം തഹസിൽദാരാണ് അല്പം മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പ്രാഥമികമായ റിപ്പോർട്ടാണ്. അത് 2 ദിവസത്തിനകം അത് സർക്കാരിന് സമർപ്പിക്കും. വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൃത്യമായി അത് സമർപ്പിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങോട്ടേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. അത് അടിമാലിയിൽ വെച്ച് തന്നെ തടയുകയാണ്. അവിടുന്നാണ് വഴിതിരിച്ചു വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്നത് ദേശീയപാത 85ൻ്റെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ പ്രദേശം കൂടിയാണ്. ഈ കാണുന്ന അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അവിടെ പരിശോധനയ്ക്കായി ഇപ്പോൾ സംഘം എത്തുകയും ചെയ്തിട്ടുള്ളത്. മുകളിലും താഴ്ഭാഗത്തുമൊക്കെയായുള്ള സ്ഥലങ്ങളിൽ അവർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. എപ്പോൾ വേണമെങ്കിലും കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ട്. ശരി, ഓക്കെ, കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വഴിയൊക്കെ തടഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ആൽവിൻ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത് അടിമാലിയിൽ നിന്ന്.